ഇതെന്ന് പറയുന്നത് മുളക് ചേരാത്ത മരുന്നില്ല. ആ അയ്യോ ശരി, സ്വാമി ഒന്ന് അതിനെക്കുറിച്ചൊന്ന് പറയാം. കുരുമുളക് ചേരാത്ത അതെ അതെ ശ്രീകടു. ആയുർവേദത്തിൽ ഒരു ഭൂരിപക്ഷം മരുന്നുകൾക്കും ചേരുന്നതാണ് ശ്രീകടുക്. ചുക്ക്, മുളക്, തൃപ്പലി, അതല്ലേ 3 ഇവിടെ ചേർന്നാണ് ചില പറഞ്ഞത്. അതാണ് ഇത്. ചുക്ക്, മുളക്, തൃപ്പലി, ഇലവർങ്ങം 4 കൂടി ചേരുമ്പോൾ ചതുർജാതം. അങ്ങനെയൊക്കെ ഇതിന് ഓരോരോ പേരുകൾ പറയുന്നുണ്ട്. പല വകുപ്പുകളും പറയുന്നുണ്ട്. മരുന്നുകൾ ഇത് ചേരാത്തൊന്നുമില്ല. ഇത് വിശിഷ്യാൽ ഒരു ഔഷധം ഉണ്ടാക്കും ഇതുകൊണ്ട്. അതായത് മൂക്കിൽ ദിശ വളരുക. അയ്യോ അതെങ്ങനെ എന്ന് പറഞ്ഞാൽ കുരുമുളക് കൃത്യമായി വറുത്ത് പൊടിച്ച് ഉപയോഗിക്കണം. അതോടൊപ്പം ഇതിൻ്റെ അരിമുളക് എന്ന് പറഞ്ഞൊരു ജാതിയുണ്ട്. തൊലിയെല്ലാം കളഞ്ഞ് ഉണക്കുന്നു. ആ മുളക് നല്ലോണം വറുത്ത് ഭംഗിയായി പൊടിച്ച് ചെറിയ നല്ല അഴുക്കില്ല നല്ല വെള്ളത്തുണി ചെറിയ ഒരു കിഴി പോലെ ഉണ്ടാക്കി മൂക്കിൽ പിടിക്കുക. ഇങ്ങനെ 2 മൂക്കിൽ നഷ്ടം ചെയ്യുക. അങ്ങനെ പല പ്രാവശ്യം ആകുമ്പോൾ മൂക്കിൽ വളരുന്ന ദശ അങ്ങ് പോകും. ഈ കുരുമുളക് ഉപയോഗിക്കുകയും വേണം. അതെങ്ങനെ കുരുമുളക് ഉപയോഗിക്കുന്നത്? എന്തൊക്കെ കറിക്കൊക്കെ ചേർത്ത് ഉപയോഗിക്കും. പിന്നെ ഇത് സാധാരണ മരുന്നാണ് ഉപയോഗിക്കാവുന്നത്. ഇത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. മാറുമില്ലേ? ഇതിന് റിയാക്ഷൻ ഇല്ല. ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം അങ്ങനെ അങ്ങോട്ട് കൊണ്ടുവച്ചാലോ നോക്കത്തില്ല. നിത്യമായി കുറേ ദിവസം ഉപയോഗിക്കണം. വേറെ എന്താ ഈ മരുന്ന് എന്നൊക്കെ പറയുമ്പോഴേ അങ്ങോട്ട് കൊണ്ട് ഇതങ്ങോട്ട് കാണുമ്പോഴേ തൂക്കേട് പോകണം. അങ്ങനെ തൂക്കേട് പോകത്തില്ല. എന്തോ ഓരോ രോഗത്തിനും മരിക്കുന്നേരെ മരുന്ന് കഴിക്കുന്നവരുണ്ട്. അങ്ങനെ ഇരിക്കുന്നവരാ ഇതെന്തെങ്കിലും കഴിക്കുമ്പോൾ 2 നേരം കഴിക്കുമ്പോൾ ആയുർവേദം കൊള്ളത്തില്ല. എന്തോ അതിന് നിയമാനുസരണം ഇത്ര പ്രാവശ്യം കഴിക്കണം, ഇന്ന പോലെ കഴിക്കണം, അതിൻ്റെ പഥ്യം നോക്കണം. അതൊക്കെ നോക്കുമ്പം ഫലിക്കാത്ത മരുന്നുകളില്ല. ഏത് രോഗത്തിനും ആയുർവേദ മരുന്നുണ്ട്. കുരുമുളകൊക്കെ അത്രയും നല്ല മരുന്നാണ്. പിന്നെ കാപ്പി അത് നമ്മളെടുത്ത എങ്ങനെയാ സ്വാമി? തലയിലേ ചൊറി ചൂട് സമയത്ത് വിശർപ്പ് കൊണ്ടുണ്ടാവുന്ന അതിനകത്ത് ചെറിയ ചിരങ്ങുകളുണ്ടാവും. ഈ മുടിയിലങ്ങുഞ്ഞ് തടിയിലെ പൊട്ടിയിലങ്ങുഞ്ഞൊക്കെ കഴിഞ്ഞാൽ അതൊക്കെ അതാണ് തലച്ചൊറി എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇങ്ങനെ ഇട്ട് ചൊറിയുന്നല്ല തലച്ചൊറി. തലയിൽ ചൊറിയുണ്ടാകും. അതെ മുടി കൊഴിച്ചിൽ, മുടി വളർച്ച, താരൻ മുതലായവയെല്ലാം പരിഹരിക്കുന്നതാണ് ഈ തൈലം.